ഒരു രാഷ്ട്രീയ പാർട്ടി സ്വന്തം കുഴി തോണ്ടുന്നത് ശരിക്കും അതിശയകരമായ കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ചും സ്വന്തം നേതാക്കൾ തന്നെ പാർട്ടിയുടെ ഭാവി തകർത്തെറിയുമ്പോൾ. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവിയുടെ രാജിയും അതിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ നേർചിത്രമാണ്. അതായത് തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചതിന് കാരണം അദ്ദേഹത്തിന്റെ ഒരു ഫോൺ സംഭാഷണത്തിന് പിന്നാലെ നടന്ന കാര്യങ്ങളാണ്. അത് ശരിക്കും നമുക്ക് ചിരി വരുത്തുന്നതും ഒപ്പം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. LDF ഭരണം തുടരും, കോൺഗ്രസ് എടുക്കാച്ചരക്കാകും എന്നൊരു നേതാവ് സ്വന്തം പാർട്ടിയെക്കുറിച്ച് പറയുന്നത് കേട്ട ആരായാലും ഞെട്ടിപ്പോകും. സാധാരണഗതിയിൽ എതിർ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലാണ് ഭാവി പ്രവചിക്കാറുള്ളത്. എന്നാൽ ഇവിടെ ഈ എതിർ പാർട്ടിക്ക് ഒരു ജോലിയുമില്ല. കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെ സ്വന്തം പാർട്ടിയെ പ്രവചിച്ച് ഇല്ലാതാക്കുകയാണ്. ഇത് ദീർഘവീക്ഷണമാണോ അതോ ആത്മഹത്യാപരമായ ഒരു പ്രസ്താവനയാണോ എന്ന് ആർക്കും മനസ്സിലാവാത്ത അവസ്ഥയാണ്. പാലോട് രവിയുടെ രാജിവാർത്ത പുറത്തു വന്നപ്പോൾ സന്തോഷം അടക്കാനാവാതെ മധുരം വിതരണം ചെയ്ത പെരിങ്ങമല യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷംനാദ് പാലോടിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയതും കോൺഗ്രസിന്റെ അന്ധമായ നീതിബോധം വിളിച്ചോതുകയാണ്. പാർട്ടിക്ക് ദോഷകരമായ ഒരു കാര്യത്തിൽ നിന്ന് ഒരു നേതാവ് ഒഴിഞ്ഞു മാറിയപ്പോൾ അതിൽ സന്തോഷം പ്രകടിപ്പിച്ചവരെ അഭിനന്ദിക്കുന്നതിന് പകരം സംഘടനാ വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് പുറത്താക്കുക എന്നാണ് പലരും പറയുന്നത്. സ്വന്തം നേതാവ് നടത്തിയ ഫോൺ സംഭാഷണം പാർട്ടിയെ തകർക്കുമ്പോൾ അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചവരെ മാത്രം ശിക്ഷിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് പറയുന്നവരുണ്ട്. അതായത് വാമനപുരം ബ്ലോക്ക് സെക്രട്ടറി ജലീലുമായി പാലോട് രവി നടത്തിയ ഫോൺ സംഭാഷണമാണ് ഈ മഹാസംഭവത്തിന് തിരികൊളുത്തിയത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി 3-ാം സ്ഥാനത്താകുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലകുത്തി വീഴുമെന്നും പാലോട് രവി പറയുന്നത് കേട്ട് കോൺഗ്രസിലെ അണികൾ തന്നെ ശരിക്കും അമ്പരന്ന് കാണും. എന്നാൽ ഈ സംഭാഷണം പുറത്തു വന്നപ്പോൾ സത്യം പറഞ്ഞ പാലോട് രവിയെയും അത് കേട്ട് ജലീലിനെയും ഒരുപോലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. സത്യത്തെ അംഗീകരിക്കാതെയും തെറ്റുകൾ തിരുത്താതെയും സത്യം പറയുന്നവരെയും കേൾക്കുന്നവരെയും പുറത്താക്കുന്ന ഈ പ്രവണത കോൺഗ്രസിന്റെ താഴോട്ടുള്ള പോക്കിന് ആക്കം കൂട്ടുമെന്നതിൽ സംശയവുമില്ല. തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ നേതൃത്വം തിരിച്ചുവരവിനുള്ള ഇങ്ങനെ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തു വരുന്നതിന്റെ ഇടയിലാണ് DCC അധ്യക്ഷന്റെ രാജി. VD സതീശനുമായി അടുപ്പമുള്ള നേതാവാണ് രവി എന്ന് പോലും ഇവിടെ ആരും പരിഗണിച്ചില്ല. സ്വന്തം പഞ്ചായത്തിൽ പോലും പ്രസിഡന്റ് അടക്കം രാജിവെച്ചപ്പോൾ രവി രാജിക്കത്ത് നൽകിയെങ്കിലും നേതൃത്വം അത് തള്ളിയിരുന്നു. എന്നാൽ ഒരു ഫോൺ വിളിക്ക് ഒരു രാജിയുടെ വിലയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫോൺ വിളികൾ ഇനിയും കോൺഗ്രസിൽ നടക്കുമോ എന്നത് ആലോചിച്ച് നോക്കി നോക്കൂ. ഇതിനെല്ലാം ശേഷം കോൺഗ്രസ് എന്ത് പഠിച്ചു എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ ഇതൊക്കെ മാറ്റിവെക്കൂ. ഇതിനെല്ലാം ശേഷം കോൺഗ്രസ് എന്ത് പഠിച്ചു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ കഴിയുമ്പോഴും കോൺഗ്രസ് ഇതിൽ നിന്നും വല്ലതും പഠിക്കുന്നുണ്ടെന്ന്. ഇനി ഇതിലും കൂടുതൽ ആഴങ്ങളിലേക്ക് ഇവർ താഴ്ന്നു പോവുകയാണോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടത്. LDF അവരുടെ കഴിവ് കൊണ്ട് മാത്രമല്ല നേട്ടങ്ങൾ കൊയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. മറിച്ച് കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥതയും സ്വന്തം നേതാക്കളുടെ ഇത്തരം പ്രസ്താവനകളും പാരവെപ്പുകളും കൂടിയാണ് അവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. സ്വന്തം പാർട്ടി നേതാക്കൾ തന്നെ പാർട്ടിയുടെ ഭാവി പ്രവചിക്കുമ്പോൾ ആ പാർട്ടിയുടെ നിലനിൽപ്പ് എത്രത്തോളം എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇത്തരം തമാശകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ ചിരിക്കൂ, ചിന്തിക്കൂ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.